തൃശ്ശൂരിലേക്ക് പോകേണ്ടതുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പോൾ നെയ്തിലക്കാവിലെ അമ്മയുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചിരിക്കുകയാണ്. അമ്മയുടെ തിടമ്പേറ്റുന്നത് എറണാകുളം ശിവശങ്കറാണ്. തത്സമയത്തിലേക്ക് അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ പൂരത്തിൻ്റെതായ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല. എന്നാൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ തുടരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി അമ്മയുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചോ? വിശദാംശങ്ങൾ പറയും. ഗൗതം, തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരത്തിന് വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അത് തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് വടക്കുംനാഥനിലേക്കുള്ള എഴുന്നള്ളത്ത് ആരംഭിച്ചിരിക്കുകയാണ്. നെയ്തലക്കാവിൽ അമ്മ എറണാകുളം ശിവകുമാർ എന്ന ആനയുടെ തോളിലേറിക്കൊണ്ടാണ് ഇപ്പോൾ വടക്കുംനാഥനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. രാവിലെ ആറാട്ടിന് ശേഷമാണ് ഈ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പ് എറണാകുളം ശിവകുമാർ ഏറ്റിയത്. തുടർന്ന് ഇപ്പോൾ നാദസ്വരത്തിൻ്റെയും മറ്റും അകമ്പടിയിലാണ് ഈ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മണികണ്ഠനാൽ വരെ ഈ ഒരു എഴുന്നള്ളത്ത് എത്തുകയും അവിടെ വെച്ച് പാണ്ടി കൊട്ടിക്കൊണ്ട് സാധാരണഗതിയിൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. പടിഞ്ഞാറേ നട വഴി അകത്ത് കയറി തെക്കേ ഗോപുരം തുറക്കുന്നതാണ് പ്രധാന ചടങ്ങ്. കാരണം വർഷത്തിലെല്ലായ്പ്പോഴും അടഞ്ഞു കിടക്കുന്ന തെക്കേ ഗോപുര നട, ആ തെക്കേ ഗോപുര നട തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് തുറക്കാനുള്ള ഒരു ചുമതല അത് നെയ്തലക്കാവിൽ അമ്മയ്ക്കാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഒരു ചടങ്ങിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. തെക്കേ ഗോപുര നട നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയാണ് ഈ തെക്കേ ഗോപുര നട തുറക്കാറ്. അത് വലിയ ആവേശത്തോടു കൂടി ആനപ്രേമികളും ഉത്സവപ്രേമികളും വിശ്വാസികൾ സമൂഹവും ഒക്കെ വലിയ രീതിയിൽ ആ ഒരു ചടങ്ങിനെ കാണുന്നതാണ്. ആ ആനയുടെ ആ ഒരു പ്രൗഢിയും മറ്റുമൊക്കെ അത് വലിയ ചർച്ചകളാണ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ മറ്റ് നവമാധ്യമങ്ങളിലും. തെക്കേ ഗോപുര തള്ളി തുറക്കുന്നത് വൈറലായിട്ട് എപ്പോഴും പോകുന്ന ദൃശ്യങ്ങൾ കൂടെയാണ്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ഏതാനും 4 വർഷത്തോളമായിട്ട് എറണാകുളം ശിവകുമാർ എന്ന ആനയ്ക്കാണ് രാമചന്ദ്രന് ശേഷം ഈ ചടങ്ങ് ഒരു നിയോഗം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ആ തെക്കേ ഗോപുര നട തുറക്കുമ്പോൾ പിന്നീട് വരുന്ന ഘടകപൂരങ്ങൾ, അതായത് നാളെ ആദ്യം എഴുന്നള്ളുന്ന കണിമംഗലം ശാസ്താവ് തുടങ്ങി മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങളും കടന്നു പോവുക ആ തെക്കേ ഗോപുര നടയിലൂടെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും ആ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കയറി പടിഞ്ഞാറേ നട ക്ഷേത്രത്തിനകത്തേക്ക് കയറി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തെക്കേ ഗോപുര നട തുറന്ന് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ ഭഗവതി എത്തും. ശ്രീമൂലസ്ഥാനത്തെത്തി നിലപാട് തറയിൽ എഴുന്നള്ളി നിൽക്കും. അപ്പോൾ 3 പ്രാവശ്യം ശംഖ് മുഴങ്ങും. തുടർന്ന് നിലപാട് തറ വലം വെച്ചായിരിക്കും മടങ്ങുക. ഏകദേശം ഒരു 11-12 മണിയോടുകൂടെ ആയിരിക്കും ഈ തെക്കേ ഗോപുര നട തുറക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളും ഈ ശ്രീമൂലസ്ഥാനത്തേക്ക് തിരിച്ച് എത്തുന്നത് ഉൾപ്പെടെയുള്ള എഴുന്നള്ളി നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്തവണ ഏതായാലും ആ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുൻവർഷങ്ങളിലേതുപോലെ വലിയ കേമമായിട്ടുള്ള പരിപാടികളില്ല, ചടങ്ങുകൾ മാത്രമായിട്ടാണ് എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത. നിലവിൽ ഏതായാലും എഴുന്നള്ളത്ത് പുരോഗമിക്കുകയാണ്. മുൻവർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ആഘോഷമായിട്ടില്ല അല്ലേ? ചടങ്ങ് മാത്രമായിട്ടാണ്. ചടങ്ങ് എല്ലാ ചടങ്ങും നമ്മൾ പൂർവാധികം ഭംഗിയായി നടത്തുന്നുണ്ട്. തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം ചെയ്യാൻ വേണ്ടി കുഞ്ഞൂർ ശ്രീ നെയ്തലക്കാവിലമ്മ എഴുന്നള്ളുന്ന ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആപാലവൃതം ജനങ്ങൾ മുഴുവൻ, തട്ടക നിവാസികളും പൂരപ്രേമികളും പൂരാസ്വാദകരും എല്ലാവരും കൂടി നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേളം എങ്ങനെയാണ്? ഇപ്പോൾ നാദസ്വരത്തിൻ്റെ അകമ്പടിയാണ്. സാധാരണ നടപ്പാണ്ടിയും പിന്നീട് പാണ്ടിയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അല്ല, ഇതിപ്പോൾ നമ്മൾ നാദസ്വരമായിട്ട് മണികണ്ഠനാൽ വരെ നാദസ്വരമായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് കിഴക്കൂട്ടാനിയന്മാരുടെ നേതൃത്വത്തിൽ മേളം സ്റ്റാർട്ട് ചെയ്യും. അവിടെ മേളം ഒരു 10-12 മണി വരെ മേളം ഉണ്ടാവും.
12:30 വരെ മേളം, 1.5 മണിക്കൂർ മേളമുണ്ട് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീമൂലസ്ഥാനത്തോടുകൂടി തെക്കേ ഗോപുരനടയുടെ ഉള്ളിൽ കയറി തെക്കേ ഗോപുരനട തുറന്ന് വടക്കുന്നാഥനെ വണങ്ങി എല്ലാ ഘടകക്ഷേത്രങ്ങളെയും പൂരാസ്വാദകരെയും സ്വാഗതം ചെയ്യുന്ന തെക്കേ ഗോപുരനട തുറക്കുന്ന ചടങ്ങാണ്. അത് കഴിഞ്ഞ് പൂര വിളംബരം ചെയ്യാൻ ശ്രീമൂലസ്ഥാനത്തെത്തി നെയ്തലക്കാവിലെ അമ്മയും എല്ലാവരും കൂടി തൃശ്ശൂർ പൂരത്തിന് വിളംബരം ചടങ്ങ്. തെക്കേ ഗോപുരനട തുറക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണല്ലോ. അതെ, വലിയ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ചടങ്ങിന്റെ ഭാഗമാവുക, അത് കാണുക എന്നുള്ള വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. അത് തന്നെയാണ്. ഏതായാലും എല്ലാവരും ഈ ഇവിടുത്തെ ഒരു ഉത്സാഹം കാണുമ്പോൾ തോന്നുന്നില്ലേ അത് എത്താൻ നേരം വൈകുന്നോണ്ട് നിങ്ങൾ ഉണ്ടായിരുന്നല്ലേ? ഏതായാലും രാവിലെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ആറാട്ട് ഉൾപ്പെടെ നടന്നു. ആറാട്ടിന് ശേഷമാണ് നെയ്തലക്കാവിലെ അമ്മയുടെ തിടമ്പ് ഈ എറണാകുളം ശിവകുമാർ എന്ന ആന ഏറ്റുന്നത്. അതിനുശേഷം ഇപ്പോൾ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം നെയ്തിലക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയാണ്. എറണാകുളം ശിവകുമാറാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ ആലത്തൂർ ആ എഴുന്നള്ളത്തിനൊപ്പമുണ്ട്. അരുൺ, ഇന്നിപ്പോൾ ഭഗവതി എപ്പോഴാണ് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുക? ഒപ്പം ഈ നട തള്ളി തുറന്നതിന് ശേഷം ഇന്നിപ്പോൾ ഈ തൃശ്ശൂരിൽ നടക്കുന്ന പൂരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം, നിലവിൽ ഒരു 11-12 മണിയോടുകൂടെ തന്നെ നെയ്തലക്കാവിലെ അമ്മ വടക്കുന്നാഥനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെയ്തലക്കാവിലെ ക്ഷേത്രത്തിൽ നിന്ന് 6 കിലോമീറ്ററോളം ദൂരമാണ് വടക്കുന്നാഥനിലേക്കുള്ളത്. ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനി തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്തലക്കാവിലമ്മ രാവിലെ 8:30 നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് കഴിഞ്ഞ് എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേറിക്കൊണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിച്ചത്. ഇപ്പോൾ എഴുന്നള്ളത്ത് ഏകദേശം 2 കിലോമീറ്റർ ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനി 4 കിലോമീറ്ററോളം ദൂരം കൂടെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ട്. വടക്കുന്നാഥനിലേക്ക് നെയ്തലക്കാവിലമ്മ ഒരു 11:30-12 മണിയോടുകൂടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തൃശ്ശൂർ പൂരത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നെയ്തലക്കാവിൽ അമ്മയുടെ ഈ എഴുന്നള്ളത്ത് അവിടെ എത്തിയതിനു ശേഷമുള്ള തെക്കേ ഗോപുര നട തുറക്കുന്നതും. 11 മണിക്ക് ഈ എഴുന്നള്ളത്ത് പടിഞ്ഞാറേ നട വഴിയാണ് അകത്തേക്ക് കടക്കുക. അതിനു മുമ്പ് മണികണ്ഠനാലിലേക്ക് ഈ എഴുന്നള്ളത്ത് എത്തുന്നതോടുകൂടെ തന്നെ ഇപ്പോൾ നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടെയാണ് എഴുന്നള്ളത്ത് പുരോഗമിക്കുന്നതെങ്കിൽ അവിടെ നിന്നും തെക്കേ ഗോപുര നട തുറക്കുന്നതിന് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ആ മണികണ്ഠനാൽ ഭാഗത്തേക്ക് എഴുന്നള്ളത്തെത്തുമ്പോൾ പാണ്ടിമേളമാവും എന്നുള്ളതാണ്. കിഴക്കൂട്ട് അനിയന്മാരെന്ന പ്രശസ്തനായ വാദ്യകലാകാരൻ്റെ നേതൃത്വത്തിലാണ് പാണ്ടിമേളം ഉണ്ടാവുക. ആ പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളത്ത് ക്ഷേത്രത്തിനകത്തേക്ക് പടിഞ്ഞാറ് നടവഴി പ്രവേശിക്കും.
അതിനുശേഷം തെക്കേ ഗോപുരം തുറക്കുമെന്നുള്ളതാണ്. തെക്കേ ഗോപുരം തുറക്കുക എന്ന് പറയുമ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എല്ലായ്പ്പോഴും അടഞ്ഞു കിടക്കുന്ന തെക്കേ ഗോപുര നട, ആ തെക്കേ ഗോപുര നട തുറക്കാറുള്ളത് ശിവരാത്രിക്കും അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിനുമാണ്. തൃശ്ശൂർ പൂരത്തിൽ ഇപ്പോൾ നെയ്തലക്കാവിലെ അമ്മയുടെ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആറാട്ടിന് ശേഷം നെയ്തലക്കാവിലെ അമ്മ എറണാകുളം ശിവകുമാർ എന്ന ആനയുടെ ശിരസിലേറിക്കൊണ്ടാണ് വടക്കുംനാഥനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ നെയ്തലക്കാവിലെ അമ്മ തൃശ്ശൂരിലെ വടക്കുംനാഥ സന്നിധിയിലേക്ക് വരുമ്പോൾ വഴിത്താരൊക്കെ വീടുകളുടെ മുന്നിലൊക്കെ ആളുകൾ ഭക്തിയാദരപൂർവ്വം ദേവിയെ വരവേൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പടിഞ്ഞാറേ നട വഴി അകത്തേക്ക് കയറി തെക്കേ ഗോപുര നട തുറക്കുക എന്നുള്ളതാണ് നെയ്തലക്കാവിൽ അമ്മയുടെ ചുമതല. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. അതായത് തൃശ്ശൂർ പൂരത്തിന് കൊടിയേറി കഴിഞ്ഞാൽ കൊടിയേറ്റം ഒരു പ്രധാന ചടങ്ങാണ്. കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ഒരു നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്തും തെക്കേ ഗോപുര നട തുറക്കുക. 12 മണിയോടുകൂടെ ആയിരിക്കും തൃശ്ശൂരിലെ ഗ്രൗണ്ടിലേക്ക് മണികണ്ഠനാലിൽ ഈ ഒരു എഴുന്നള്ളത്ത് എത്തുമ്പോൾ ഇപ്പോൾ നാദസ്വരത്തിന്റെ അകമ്പോടെയാണ് എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ നാദസ്വരം മാറി അവിടെ പാണ്ടിമേളമായി മാറുമെന്നുള്ളതാണ്. കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിലാണ് പാണ്ടിമേളം നടക്കുക. അങ്ങനെ ആ പാണ്ടിമേളത്തോടുകൂടി ഭഗവതി ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളും. അവിടെ വെച്ച് പടിഞ്ഞാറ് നട വഴി അകത്തേക്ക് കയറി തെക്കേ ഗോപുര നട തുറന്ന് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി നിലപാട് തറയിൽ എഴുന്നള്ളി നിൽക്കും. അപ്പോൾ 3 പ്രാവശ്യം ശംഖുമുഴങ്ങും. തുടർന്ന് നിലപാട് തറ വലം വെച്ച് മടങ്ങുക എന്നുള്ളതാണ് പ്രധാന ചടങ്ങ്. ഏതായാലും ഈ ചടങ്ങ് പൂരത്തിൻ്റെ ഒരു വിളംബരമാണ് എന്നുള്ളത് തന്നെയാണ്. ഈ വെടിക്കെട്ട് അപകടത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചടങ്ങ് മാത്രമായിട്ടാണെങ്കിലും ആ വർഷങ്ങളായിട്ട് ആചരിച്ചു പോരുന്ന പതിറ്റാണ്ടുകളായിട്ട് ആചരിച്ചു പോരുന്ന ആ ചടങ്ങുകളും അതിൻ്റെ രീതികളുമൊക്കെ അതേ തനിമയോടുകൂടെ തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എത്രമാത്രം പ്രധാനപ്പെട്ടാണ് ഈ ഒരു എഴുന്നള്ളത്ത്? പൂരം വിളംബരം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? തൃശ്ശൂർ പൂരത്തിന്റെ വിളംബരമാണത്. തെക്കേ നട തുറക്കുന്ന ആകെ കൊല്ലത്തിൽ 2 പ്രാവശ്യം, ഒന്ന് ശിവരാത്രിക്കും പിന്നെ തൃശ്ശൂർ പൂരത്തിനും. അത് നെയ്തലക്കാവിലെ അമ്മ വന്ന് നട തുറന്ന് ഉള്ള ഒരു വലിയൊരു വിശേഷമാണിത് പൂര വിളംബരം എന്ന് പറയുന്നത്. പിന്നെ ഈ പൂര വിളംബരം ഇപ്പം ഞങ്ങൾ നട തുറന്നിട്ട് കഴിഞ്ഞാൽ നാളെ കാലത്ത് കണിമംഗലം ശാസ്താവ് നമ്മൾ തെക്കേ നട കൂടെയാണ്. ആകെ ഒരു ചെറുകടക പൂരങ്ങളിൽ ഒരു പൂരം മാത്രമാണ് തെക്കേ നട കൂടെ കയറുന്നത്. അത് കണിമംഗലം ശാസ്താവ് ഒരു കാലത്ത് നേരത്തെ വരും. കാരണം കണിമംഗലം ശാസ്താവും മഞ്ഞ വെയിൽ മഴ അങ്ങനെ സംഭവങ്ങളില്ലാത്ത കാരണം പെട്ടെന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ അവർ പൂരം വേഗം കഴിയുകയും ചെയ്യും. കാലത്ത് നേരത്തെ ഏറ്റവും ഫസ്റ്റ് കയറുന്ന ഘടകപൂരം തെക്കേ നട കൂടെ കയറുന്നത് കണിമംഗലം ശാസ്താവാണ്. ഈ നെയ്തലക്കാവിലെ അമ്മയ്ക്ക് തെക്കേ ഗോപുര നട തുറക്കുന്നതാണ് ഒരു പ്രധാന ചുമതല. അത് കഴിഞ്ഞാൽ നാളെ ഇവിടെ നിന്നുള്ള പൂരം എങ്ങനെയാണ്? നാളെ കാലത്ത് ഒരു 8:30 നേരത്ത് ഇതുപോലെ നാദസ്വരത്തിന്റെ അകമ്പടിയോട് കൂടി ഇതുപോലെ നടന്ന് നമ്മൾ തെക്കേ വന്ന് പൂരത്തിന് വന്ന് നടുവിലാലിൻ്റെ അവിടെ നിന്ന് 12 മണിക്ക് 11 മണിക്ക് പകൽപൂരം 11 മണി തൊട്ടിട്ട് 1 മണി വരെയും രാത്രി പൂരം 12 മണി തൊട്ടിട്ട് 1 മണി വരെയും. അത് ഇപ്പോൾ ഇത് നമ്മുടെ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിഞ്ഞാറച്ചിറയിൽ കാർത്തേനി അമ്പലമുണ്ട്. അവിടെയാണ് പൂരം ഇറക്കി വയ്ക്കുക, തിടമ്പ് കോലം. അത് കഴിഞ്ഞ് രാത്രി അവിടുന്ന് എടുത്ത് 12 മണിക്ക് എഴുന്നള്ളിപ്പ് സ്റ്റാർട്ട് ചെയ്തു. MG റോഡ് നടുവിലാൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ശ്രീമൂലസ്ഥാനം വഴി നമ്മൾ അവിടെ പൂരം അവസാനിപ്പിക്കും. അങ്ങനെയാണ്. ഏതായാലും ആ ചടങ്ങുകളൊക്കെ അതിൻ്റെ തനിമയോടുകൂടെ തന്നെ പതിറ്റാണ്ടുകളായി ആചരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും
ഇപ്പോൾ നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത് പുരോഗമിക്കുകയാണ്. 11 മണിയോടുകൂടെ ഈ എഴുന്നള്ളത്ത് മണികണ്ഠനാൽ ഭാഗത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അവിടെ നിന്നും പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. തുടർന്നാണ് തെക്കേ ഗോപുര നട തുറക്കുന്ന പ്രശസ്തമായിട്ടുള്ള ആ ചടങ്ങ് നടക്കുക. തെക്കേ ഗോപുര നട തുറക്കുന്നത് മാത്രമല്ല, അതിനുശേഷം നിലപാട് തറയിലെത്തി 3 പ്രാവശ്യം ശംഖുനാഥം മുഴക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇപ്പോൾ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നെയ്തിലക്കാവിൽ ഭഗവതി ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രം ലക്ഷ്യമിട്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. എറണാകുളം ശിവകുമാറാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. അരുണാലത്തൂര എഴുന്നള്ളത്തിനൊപ്പമുണ്ട്. ഇപ്പോൾ മിഥുൻ അയ്യപ്പൻ കൂടി ചേരുകയാണ്. മിഥുൻ, ഈ എഴുന്നള്ളത്ത് ഏതാണ്ട് 11:45 സമയത്തോടു കൂടി വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം അവിടെ നടക്കുന്ന മറ്റ് ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിപാടികൾ എന്തൊക്കെയാണ്? ഒപ്പം നാളെ ഏതൊക്കെ രീതിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്? പ്രത്യേകിച്ച് ഈ വെടിക്കെട്ടിൽ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം ആഘോഷമില്ല, അനുഷ്ഠാനം മാത്രമായി പൂരം നടത്തുകയാണല്ലോ. അത് നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത്, ഈ പൂരം വിളംബരം ചെയ്യാനുള്ള എഴുന്നള്ളത്ത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. അതാണ് അതിന്റെ ചിട്ടവട്ടം. അതിന്റെ ഭാഗമായി ഇപ്പോൾ നെയ്തലക്കാവിലമ്മ അവരുടെ കുറ്റൂർ എന്ന് പറയുന്ന കോലഴി എന്ന് പറയുന്ന പ്രദേശത്തെ ഓരോ വീടുകൾക്ക് മുമ്പിലൂടെയും അവരുടെ ഒരു ഗ്രാമപ്രദക്ഷിണം എന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് ആ ഗ്രാമാന്തരീക്ഷത്തിലൂടെ എഴുന്നള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നഗരത്തിലേക്ക്, പൂരനഗരിയിലേക്ക് എഴുന്നള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ മൈതാനത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം, പ്രദക്ഷിണം എന്നുള്ള ഒരു പ്രദക്ഷിണം നടത്തിയതിനു ശേഷം വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നട വഴി നെയ്തലക്കാവിലമ്മ അകത്തേക്ക് പ്രവേശിക്കുകയായി. വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് വടക്കുന്നാഥനെ വണങ്ങിയതിനു ശേഷം തെക്കേ ഗോപുര നടയിലെത്തി തെക്കേ ഗോപുര നട തുറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന്. ആ സമയം അത് കാണുക, അതായത് വർഷത്തിൽ ശിവരാത്രിയുടെ അന്നും അതുപോലെ തന്നെ പൂരത്തിനും മാത്രം തുറക്കുന്ന ഈ തെക്കേ ഗോപുര നട തുറക്കുന്നതും ഈ അവിടെ നിന്ന് ഗജരാജൻ ഇങ്ങനെ എഴുന്നള്ളി പുറത്തേക്ക് വരുന്നതും കാണുന്നതിന് വേണ്ടി നിരവധി ആഭാലവൃത്തം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കും. ഇന്നും ആ ചടങ്ങിനെ, ആ ഒരു ജനബാഹുല്യം ഇന്നും കുറവുണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രൗഢി ചടങ്ങ് മാത്രമായി നടത്തി ആർഭാടം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും പൂരപ്രേമികൾക്ക് ഇന്നത്തെ ദിവസം ഈ ചടങ്ങിൽ എത്താതിരിക്കാനാവില്ല. അവർ സങ്കടമുണ്ടെങ്കിലും, ആ പൂരത്തിന്റെ പൊലിമ കുറഞ്ഞതായിട്ടുള്ള സങ്കടമുണ്ടെങ്കിലും ആ പൂരത്തിന്റെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവിലമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ എറണാകുളം ശിവകുമാർ എന്ന ഗജരാജന്റെ മസ്തകത്തിലേറിയാണ് നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത്. ഇവിടെ നിന്ന് തെക്കേ ഗോപുര നട വഴി ഇറങ്ങി വീണ്ടും ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തി. ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ നിന്ന് നിൽക്കുമ്പോഴാണ് പൂര വിളംബരം ചെയ്യുന്നത്. അപ്പോഴാണ് പൂര വിളംബരം പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ്. ഈ തെക്കേ ഗോപുര നട തുറന്നാൽ പൂര വിളംബരമായി എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ചടങ്ങ് അപ്രസക്തമല്ല. ശ്രീമൂലസ്ഥാനത്തിനകത്ത് നിലപാട് തറയിൽ നിൽക്കുന്നതോടു കൂടിയാണ് പൂര വിളംബരമാകുന്നത്. പൂരത്തിലെ തുടക്കം കുറിച്ചു എന്നുള്ളതിന്റെ ഒരു വിളംബരമാണ് നെയ്തലക്കാവിലമ്മ നടത്തുന്നത്. ശ്രീ ഭദ്രകാളി സങ്കല്പമാണ് നെയ്തലക്കാവിലമ്മയ്ക്കുള്ളത്. ആ ചെമ്പട്ടണിഞ്ഞ നെയ്തലക്കാവിലമ്മ ഇപ്പോൾ ആ ഗ്രാമവീഥികളിലൂടെ ഇപ്പോഴിതാ പുറത്തേക്ക് ഇറങ്ങി ആ ഗ്രാമവീഥികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെക്കേ ഗോപുര നട ലക്ഷ്യമാക്കി വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിമനോഹരമായ കാഴ്ച എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കാഴ്ച എന്ന് പറയേണ്ടി വരും. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഇന്ന് ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിലേക്കുള്ള ഈ ഒരു യാത്ര ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ നാദസ്വരത്തിന്റെ അകമ്പടിയോടെയാണ് ഇപ്പോഴത്തെ യാത്രയെങ്കിൽ മണികണ്ഠനാൽ പരിസരത്തെത്തുമ്പോഴേക്കും ആ നാദസ്വരം മാറി മേളത്തിന്റെ അകമ്പടിയിലേക്ക് വരും. ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഈ വാദ്യമായി മാറുകയും ചെയ്യും. പിന്നീട് ക്ഷേത്രത്തിനകത്ത് വാദ്യമേളങ്ങളോടുകൂടിയുള്ള ചെറിയ മേളം പൂർത്തിയാക്കിയതിനു ശേഷമാണ് പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ഈ ക്ഷേത്ര ഉത്സവം ഈ പൂരവുമായി ബന്ധപ്പെട്ട ഏറ്റവും
പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഈ പൂര വിളംബരം എന്ന് പറയുന്നത്. ഏറ്റവും ഈ ഘടക ക്ഷേത്രങ്ങൾക്ക് വടക്കുംനാഥനെ കണ്ടു മടങ്ങുന്നതിന് വേണ്ടി ഗോപുരനട തുറന്നിടുന്നു എന്നുള്ളതാണ് അതിന്റെ സങ്കല്പം. നാളെ ആദ്യം എഴുന്നള്ളിപ്പ് വരുന്നത് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ്. ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി, കണിമംഗലം ശാസ്താവ് എന്ന് പറയുന്നത് ആ ബൃഹസ്പതി സങ്കല്പമാണ്, ദേവഗുരുവാണ്. അതുകൊണ്ട് തന്നെ ദേവഗുരു വടക്കുംനാഥനെ വണങ്ങാതെ മുൻപിലൂടെ കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം ദേവഗുരു മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ വടക്കുംനാഥനെ എഴുന്നേൽറ്റ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബൃഹസ്പതി വന്ന് കടന്നു പോകുന്നു എന്നുള്ള സങ്കല്പമാണ് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പിന് പിന്നിലുള്ളത്. അതാണ് ആദ്യത്തെ എഴുന്നള്ളിപ്പ്. ആ ആദ്യത്തെ എഴുന്നള്ളിപ്പ് പൂർത്തിയാകുമ്പോൾ പിന്നാലെ മറ്റ് 8 ഘടക ക്ഷേത്രങ്ങളും വടക്കുനാഥനിലേക്ക് എഴുന്നള്ളുകയായി. ആ വടക്കുനാഥനിലേക്കുള്ള എഴുന്നള്ളത്തിനും ഒന്നും വാദ്യങ്ങളുടെ മേളത്തിന്റെ എണ്ണം കുറയ്ക്കുമെന്നും അതുപോലെ തന്നെ പൊലിമ കുറച്ച് ആർഭാടം കുറച്ചുമെന്നും എല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഒരിക്കലും അതിന്റെ പ്രൗഢി കുറയ്ക്കാനാവില്ല എന്നുള്ളതാണ്. കാരണം പൂരം എന്ന് പറയുന്നത് തന്നെ പ്രൗഢമാണ്. ആ പ്രൗഢമായിട്ടുള്ള പൂരത്തെ ഒരിക്കലും അതിന്റെ പൊലിമ കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അതിന്റെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നടക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള തെക്കോട്ടിറക്കമാണ്. ആ തെക്കോട്ടിറക്കം നടക്കുന്നതിന് മുമ്പ് ഇലഞ്ഞിത്തറ മേളവും അതിനു മുന്നോടിയായി മടത്തിൽ വരവ് പഞ്ചവാദ്യവും